ശ്രീ റെജി ലൂക്കോസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, LDF സ്ഥാനാർത്ഥിയായിരുന്ന വി രമേശൻ നൽകിയ പരാതി, BSP സ്ഥാനാർത്ഥി സുന്ദരയുടെ നോമിനേഷൻ പിൻവലിക്കുന്നതിനു വേണ്ടി കൈക്കൂലിയും ഫോണും നൽകി എന്നുള്ളത്. പക്ഷേ പിന്നീടാണ് സുന്ദരയെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുന്നത്. എന്തായാലും അവിടെയാണ് വിടുതൽ ഹർജി ഉൾപ്പെടെ കോടതി ശരിവച്ചിരിക്കുന്നത്, കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. രണ്ട്, ഇതിൽ പ്രോസിക്യൂഷന്റെ തെളിവ് ശേഖരണത്തിലടക്കമുള്ള അഭാവം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കേസ് പരാജയപ്പെട്ട് എന്നുള്ളതുള്ള ആരോപണവും കൂടി വരുന്നുണ്ട്. രോഹിണി ഒന്ന് തിരുത്തിക്കോട്ടെ, ഇടതുപക്ഷമില്ല, CPM-ഉം BJP. എന്റെ തെറ്റാണ്, ക്ഷമിക്കണം, CPM-ഉം BJP. ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു BJPയും കോൺഗ്രസും ബഹുമാനപ്പെട്ട സേനാപതി വേണുവിന്റെ സംസാരത്തിൽ അവർ ഒന്നായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവരിൽ ഒരാളെ മാത്രം തിരുത്തിയാൽ മതി എന്നുള്ള ഞാൻ പറയുന്നില്ലെങ്കിലും ആ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കാരണം അതാണല്ലോ ഇപ്പൊ ആദ്യത്തെ ചർച്ച തുടക്കത്തിൽ ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ രാജ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നുമല്ല. BJPയുടെ പുസ്തകപാഠം പോലെ കൈവച്ചിരുന്ന ഹരിയാനയും അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനമായ ജമ്മു കാശ്മീരിലും BJP തൂത്തുവാരി അറിയപ്പെടുന്നു എന്ന് എക്സിറ്റ് പോളിലൂടെ BJPയുടെ തന്നെ കുഴലോത്ത് മാധ്യമങ്ങൾ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യത്തെ 2-3 ഫലങ്ങൾ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരണം. നമ്മളൊന്നും അറിഞ്ഞിരിക്കണം. അറിയാത്ത ഏതെങ്കിലും ഒരു ഭാരതീയനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകത്തെ മലയാളി ഉണ്ടെങ്കിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സൂചിപ്പിച്ചത് ഈ BSPയുടെ സ്ഥാനാർത്ഥി തന്നെ പുറത്തു വന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഈ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ. ഇപ്പൊ കോടതി, സെഷൻസ് കോടതി, കാസർഗോഡ് സെഷൻ കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അവരെ വെറുതെ വിട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു. അത് പ്രോസിക്യൂഷന്റെ പരാജയമാണ്. കേരളം ലോകത്തിലെ ഇന്ത്യയിലെ തന്നെ മുഴുവൻ പ്രോസിക്യൂഷനും ഇപ്പൊ വിജയിക്കുമായിരുന്നെങ്കിൽ രാജ്യം അവിടെ നിന്നേനെ. അപ്പൊ അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ കോടതിയുടെ മുമ്പിൽ ഫലപ്രദമായ രീതിയിൽ ഇതിനെ തെളിയിക്കാൻ സാധിക്കാത്തതിനോണ്ടായിരിക്കും. അത് തന്നെയുമല്ല, സെഷൻ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അതിനിപ്പോ എത്രയോ സെഗ്മെന്റുകളിൽ ചോദ്യം ചെയ്യാം. അത് ഹൈക്കോടതിയിലേക്ക് പോകാം, ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച്, സുപ്രീം കോടതി വരെ പോകാം. അതിലേക്ക് പോകും എന്നുള്ളവരും വ്യക്തമായിട്ട് തന്നെ അത് രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ച് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വിജയമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതി ഇപ്പോഴുള്ള നിരീക്ഷണങ്ങൾ അത് വെറുതെ വിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ എതിർക്കുന്നില്ല. കോടതി വിധിയൊന്നും എതിർക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും തീരത്തില്ല ഈ കേസ്. അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വന്നിരിക്കുന്ന ഡാമേജ് BJPക്ക് വളരെ 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 വലുതാണ്. അത് കാരണം സ്ഥാനാർത്ഥി തന്നെ പരസ്യമായിട്ട് പറഞ്ഞില്ല. പ്രത്യക്ഷത്തെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. കോടതിക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ജനാധിപത്യത്തിൽ BJPയുടെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് രക്ഷ കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ക്ഷമ പറയാന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി കടന്നു കഴിയും. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ കോടതി നിരീക്ഷണം, അതായത് പ്രതിഭാഗം ഉന്നയിച്ചതെല്ലാം കോടതി ശരിവെക്കുകയാണ്. അതിൽ നിന്ന് കോടതി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. ഇവിടെ പ്രതിഭാഗം വാദിച്ചത് യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളും ഈ സുന്ദര നോമിനേഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അതോടൊപ്പം ഇത് കെട്ടിച്ചമച്ച കേസാണ്. പരാതി, അന്വേഷണം, അന്തിമ റിപ്പോർട്ടൊക്കെ നിയമാനുസൃതമായി നിലനിൽക്കില്ല എന്നുള്ള 3 വാദങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത്. ആ വാദങ്ങളൊക്കെ കോടതി ശരിവെക്കുകയും ഉണ്ടായി. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ 2 കേസുകൾ, അതായത് ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോയുടെ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു. ഈ പറയുന്ന ഈ BSP സ്ഥാനാർത്ഥിയുടെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തലൊന്നും CPM പുറത്തു കൊണ്ടുവന്നല്ല. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ CPM എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന് പറയുകയൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ BJPയോട് ചേർന്ന് നിന്ന പാർട്ടിയാണ് വെളിപ്പെടുത്തൽ. ആ സ്ത്രീയാണ്, പേരിയപ്പുറത്തുള്ള കണ്ണൂർ സ്വദേശിയാണ്. അവര് ഒരു ഓഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള പ്രമുഖമായിട്ട് ഞാൻ അവരുടെ പേര് ഉപയോഗിക്കുന്നുണ്ട്, ആദിവാസി നേതാവിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക ആരോപണങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അവര് അതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും അനധിവിദൂര ഇന്നലകളിൽ സംഭവിച്ച കാര്യമല്ല. അപ്പൊ അത് ഞങ്ങള് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ന്യൂസ് കൊടുത്തു. കോൺഗ്രസ് ഒന്നും അതിനകത്ത് മുൻകൈ എടുത്തില്ല. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സേനാപതി വേണുവിന്റെ പാർട്ടി ഇതൊന്നും ചോദ്യം ചെയ്യുന്നതിനൊന്നും അവർക്കൊരു താല്പര്യമില്ലായിരുന്നു. അത് ഈ ചർച്ച തുറക്കുന്നതന്നെ മനസ്സിലായല്ലോ. ഒരു താല്പര്യം ഉറപ്പില്ലായിരുന്നു. നിയമവ്യവസ്ഥയെ ആശ്രയിച്ചുകൊണ്ട് ഇതിനെതിരെ പടവ് ചെയ്താൽ CPM ആണ് ജനാധിപത്യ ഹത്യക്കെതിരെ നടത്തിയ ഇത്തരം ആക്രമണങ്ങൾ, ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തത് CPM ആണ്. ആ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സെഷൻ കോടതി വിധിയുണ്ട്. ആ വിധിയെ ഞാൻ വായിക്കുന്നു. വിധി കൊണ്ടൊന്നും തീരുന്ന വിഷയമില്ല. ഇതിനിയും മറ്റു കോടതികളിലേക്ക് പോകും. നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ ശരിയെന്ന് പറയുന്നത്. കോൺഗ്രസ് ഇടപെട്ടില്ല, അവിടെ CPM ഇടപെട്ടു എന്ന് പറയുമ്പോൾ CPM-ന്റെ ഉദ്ദേശം, രാഷ്ട്രീയ ഉദ്ദേശം ആണ് ചോദിക്കാനുള്ളത്. കാരണം 2016-ലും 2021-ലുമുള്ള കെ സുരേന്ദ്രന്റെ സ്വാധീനം, വർദ്ധിച്ചു വരുന്ന BJP വോട്ടുകൾ, ഇതിലൊക്കെ അങ്കലാപ്പ് ഉണ്ടാക്കിയിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം എന്നല്ലേ?
വരാം ശ്രീ റെജി ലൂക്കോസ്, താങ്കളിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ.